ആ ചെക്കനെ എന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി അവനൊരു കള്ളനാണെന്ന്. ആ തെണ്ടി ചെറുക്കനോർത്ത് ഈ എന്തിനാ മാധവൻകുട്ടി ഇങ്ങനെ വിഷമിക്കലേ? ഓനോന്റെ പാട്ടിന് പോട്ടെ. അവൻ അങ്ങനത്തെ ഒരുത്തനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് മാധവന്റെ നല്ല മനസ്സുകാരനും തോന്നണതാ. അതെ, അല്ലെങ്കിൽ പിന്നെ ആരാന്ന് പോലും നോക്കാതെ ഇത്രയും നാളും കൂടെ നിർത്തി ചെലവിനൊടുത്ത ആളിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോവോ? ആ പല പല കള്ളന്മാരും ഇപ്പൊ അങ്ങനെയാണ്. അതും ഇതും പറഞ്ഞ് അടുത്ത് കൊടുക്കും. അവസാനം എല്ലാം അടിച്ചും കൊണ്ട് ആരോടും പറയാൻ സ്ഥലം വിടും. അടിച്ചോണ്ട് പോൻ അവന്റെ വീട്ടിൽ എന്താ ഉള്ളത്? അതിപ്പോ അവിടുന്ന് വേണ്ടല്ലോ, ഉള്ള പരിധി വെച്ച് മറ്റുള്ള വീട്ടിൽ നിന്ന് മോഷിച്ചാൽ മതിയല്ലോ. ഇക്കാന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന എന്തെല്ലാം സാധനങ്ങളുണ്ട്. വാച്ച്, കുഴൽപ്പണം, സ്വർണം, റേഡിയോ. ഈ ചെറുക്കൻ നേരെ അങ്ങോട്ട് പോയി അത് അടിച്ചു നിങ്ങളെ ഞാനൊന്ന് പുറേ പോയി തരാം. മാധവൻകുട്ടി മോനെ ഒന്നും തോന്നല്ലേ? മാധവൻകുട്ടി, ആളെ മനസ്സിലാക്കാതെ കാണുന്നവരൊക്കെ കയറി സ്നേഹിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും നിർത്ത്. ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണാതെ പോയാൽ ഈ കാരണം പറഞ്ഞ് അവര് നിന്നെ പിടിക്കൂ. എല്ലാവരും ഉറങ്ങുന്ന സമയം നോക്കി കക്കാൻ വന്ന ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലേ? തെരുവിൽ കിടന്ന് ആ പട്ടിയുടെ കടി കൊണ്ട് ചാവണ്ടെന്ന് കരുതിയാ കൂടെ ചേർത്തത്. അതൊരു തെറ്റായിപ്പോയി. നീ ആരെന്ന് പോലും ഞാൻ ചോദിച്ചില്ലല്ലോ. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോരുത്. ഇറങ്ങിപ്പോടാ കള്ള. കള്ളം പറയുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നവരെ പോലും നീ കാരണം എനിക്ക് പിണക്കേണ്ടി വന്നു. കിടന്ന് പോണ്ടോ ഇവിടുന്ന്? കള്ളൻ. നിന്റെ പോലെ നീ പിന്നെ ആരോടും പറയാതെ എവിടെയാ പോയത്? ഞാനൊരാളെ കണ്ട് പേടിച്ചു പോയതാ. ആരെ? എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. ചേട്ടനല്ലാതെ വേറെ എനിക്ക് ആരുമില്ല. എന്നെ ഇവിടെ പറഞ്ഞു വിടരുത്. ചേട്ടൻ വീടിന് കൊന്നു. എന്നാലും ഞാൻ കള്ളനല്ല. ചേട്ടാ, 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 ചേട്ടാ കണ്ണു തുറക്ക്. ചേട്ടാ, 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 ചേട്ടാ കണ്ണു തുറക്കേട്ടാ. ചേട്ടാ, 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 എണീക്കേട്ടാ. ചേട്ടാ, ചേട്ടാ, എണീക്കേട്ടാ. മാധവൻകുട്ടി, മാധവൻകുട്ടി മോനെ എണീറ്റിരി.
കണ്ണുറക്ക്. എന്താ മാധവൻകുട്ടി, എന്താ പറ്റിയേ? അല്ലോ. എല്ലാവരും ഒരാള് കാരണ. ഇവനെ തന്നെ കണ്ട അവിടെ ഇവിടെ ഇങ്ങനെ നടന്നേ. തന്നെയല്ല, എല്ലാ പണിയും ഒറ്റ ചെയ്യല്ലേ. ആ സമയത്ത് കാലിനെന്തോ പറ്റിയതാ. അന്നേരം സാരില്ലെന്ന് വെച്ച് വിട്ടും കളഞ്ഞി. എന്തോ തുരുമ്പുടിച്ച സാധനം കൊണ്ടാ, അല്ലാതെ ഇങ്ങനെ വീർക്കൂല്ല, പനിക്കൂല്ല. ഓൻ വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ അതാണ് നമ്മള് പേടിച്ചു പോയി മോനെ. മാധവൻകുട്ടിയെ, ഈ നല്ലോണം ഉറങ്ങ്, പേടിക്കണ്ട. പനി കുറയാനുള്ള മരുന്നാണ് നമ്മൾ തന്നത്. അതിക്ക് കണക്കാക്കണ്ട. ഈ രാവിലെ തന്നെ പോയി ഡോക്ടറെ കണ്ടിട്ട് തൂസി വെപ്പിച്ചാളാം. പോവടോ. ഓ, ഈ ടോർച്ച് എവിടെ വെച്ച്? ടോർച്ച് വീടോടെ വെച്ചല്ലേ ഞാന്. ആ. മോനെ, പേടിക്കാനൊന്നുമില്ല കേട്ടോ. എല്ലാം പടച്ചോന്ന് നോക്കോളൂ. ബാ പോട്ടെ. ഞാൻ നിന്നെ ഇന്നലെ ഒരുപാട് തല്ലിയല്ലേ? നീ ഇന്നലെ വല്ലതും കഴിച്ചിരുന്നോ? നിനക്ക് വിശക്കുണ്ടല്ലേ? ഇവിടെ ഇപ്പോ ഞാനൊരു ഉമ്മ തന്ന നിന്റെ വിശപ്പ് മാറും. ബോബി, നല്ല ടേസ്റ്റ് ഉണ്ട്. നീ ഇത് കൊടുത്തിട്ട് മാധവേട്ടനോട് എന്താ പറയാൻ പോണേ? ചേച്ചി സ്പെഷ്യലായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നാണെന്ന്. അയ്യടാ, നിനക്കല്ല, മാധവേട്ടനാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ചേച്ചി. ആരുമില്ലേ ഇവിടെ? വാസു, വാസു. ആരാ? വാസുവിന്റെ വീടല്ലേ ഇത്? അതെ. വാസു ഇല്ലേ ഇവിടെ? ഇല്ല, രാവിലെ പോയതാ. എപ്പോ വരും? അതും അറിയില്ല. വാസുവിന്റെ ആരാ? എന്റെ അനിയത്തിയാ. ആ, എന്താ പേര്? രാധ. सेठ जी किधर है? उधर। अच्छा। आइए आइए, बैठिए। उस काम का क्या हुआ? सब ठीक हो गया, माल आज रात आएगा। उस लड़की के बारे में जो कहा था। हमारा केरल का एजेंट वासु के पास एक लड़की है। अच्छी लड़की है? बहुत सुंदर है. वेरी गुड। അവൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവരാം. बिल्कुल।
നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോയ ആ പയ്യന്റെ വിവരമല്ല അറിഞ്ഞോ? അവന്റെ വീട് ഞങ്ങൾ കണ്ടുപിടിച്ചു, പക്ഷെ ഇതുവരെ അവനോട് എത്തിയിട്ടില്ല. ഒരിക്കലും അവൻ വീട്ടിൽ തിരിച്ചെത്തരുത്.